ആ ഞാൻ ശ്രീനി. മനസ്സിലായി? വിപ്ലവ പാർട്ടിയല്ലേ? ഇരിക്കെ. ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് പ്രതാപം കലാവാരികയുടെ. കലാവാരികയോ? കലയേക്കാൾ കൊലയുമായിട്ടല്ലേ തനിക്ക് കൂടുതൽ ബന്ധം? ഒരു പാവം പോലീസുകാരനെ വെട്ടിക്കുന്ന ആ ചോരയിൽ കൈമുക്കി ചുവരിൽ പതിപ്പിച്ചവനല്ലേ നീ? ആ കാര്യം ഓർമ്മിപ്പിക്കരുത് സാർ. ഞാൻ ആ പ്രസ്ഥാനം വിട്ടു. പിന്നെന്താ ഇങ്ങോട്ട് വന്നത്? വാരികയിൽ തുടർച്ചയായി എന്റെ ഒരു ഫീച്ചർ ആരംഭിച്ചിട്ടുണ്ട്. തടവുകാരുടെ അവശത, ജയിൽ പരിഷ്കരണം. അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് പൊറുക്കാൻ ജയിലിൽ സൗകര്യങ്ങൾ കുറവാണ്. ജയിൽ ഈ സുഖം പോരടോ. സാർ എന്തായി പറയുന്നത്? തടവുകാരുടെ ബേസിക് നീഡ്സ് മുഴുപ്പട്ടിനായിട്ട് കോടിക്കണക്കിന് ജനം ജയിലിൽ പുറത്തുണ്ടോ? വയറു നിറച്ച ആഹാരം, കിടന്നുറങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം, കറണ്ട്, റേഡിയോ, പിന്നെ എന്തൊക്കെ വേണം ജയിലില്? ചെല്ലി എ സി വേണോ? ടി വി വേണോ? ചൈനീസ് ഫുഡ് വേണോ? നമ്മൾ തർക്കിക്കണ്ട. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. പറയണം. സത്യരാജ് എന്ന പുള്ളിയെ 2 തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ്. ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ദിവസവും പത്രങ്ങളിൽ അടിച്ചു വരുന്നുണ്ടല്ലോ അവൻ ചെയ്ത കൊലയും വീരസാഹസങ്ങളും ഒക്കെ. നാട്ടുകാരുടെ ഹീറോ ഇപ്പൊ സത്യരാജ് അല്ലേ? കറക്റ്റ്. എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല, പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ്, ഐ മീൻ എ ബയോഗ്രഫി. ജനം വായിച്ചു പഠിക്കട്ടെ അല്ലേ? നല്ല മാറ്റർ വേണം. അതിന് സാറിന്റെ ഒരു സഹായം നേരിടോ? കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി ജീവിച്ച ഒരു നാരിയുടെ രോമം പഠിക്കാൻ തനിക്ക് ഞാൻ കത്തി വെച്ചിരുന്നു. അല്ല, ഇയാൾ ചൂടാവാ പട്ടി. മിസ്റ്റർ ഒരു പത്രപ്രവർത്തകൻ അപമാനിച്ചു. നീ എന്തോ എന്തായാലും ക്ഷമിച്ചുക. ഓട്ടൊന്നേ സാറിനെ ഞാൻ അനുസരിക്കാം. പക്ഷെ ഇവനെ എനിക്ക് ചെന്ന് ചെയ്യാൻ കഴിയും. പോടാ 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 കൊടുക്കാം. സീനി ഇപ്പൊ എന്തിനാടോ ആ പാവത്തിന്? തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ലേ? എനിക്കൊരു മറ്റേ വർത്താൻ പറയുന്നത്. പാവം കോളർ ആപ്പിൽ വന്നിരിക്കുന്നു. ഇന്ത്യൻ ജയിൽസ് വേർ മണി ഓപ്പൺ സ്റ്റോർ. വായിച്ചില്ലേ? ഈ ജയിലിന്റെ വാതിൽ തുറക്കാൻ പണം വേണം. എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ വന്നാൽ അത് കിട്ടില്ല. സാറിനെ കാണാൻ വക്കീല് വന്നിരിക്കുന്നു. എടോ, ഇവൻ ആ കുട്ടിനെ കാണിച്ചു കൊടുക്കും. വരൂ. ഏതാ കൂട്ടൻ? കള്ളൻകുട്ടൻ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഇന്നോ നാളെ വിടും. ആ ഇതാ പുള്ളി. ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇനി അത് പോരാതെ വരികയാണെങ്കിൽ ലിക്കറോ ഫുഡോ എന്താ ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എടോ വക്കീലേ, ഒരു കൊലക്കേസിനെ ഞാൻ ഒഴിവായിട്ടുള്ളൂ. വേറെയും കിടക്കുന്നു, ബോംബെയിലും തിരുവനന്തപുരത്തും കാസർഗോട്ടും ഒക്കെ. പിന്നെ എനിക്കറിയാം. അറിയില്ല എന്നെ ഇവിടുന്ന് എപ്പോഴാ മാറ്റുന്നെന്ന്. അതിനിടയ്ക്ക് ഞാനിവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ കഴുത്തിന് കയറി വീഴും. എല്ലാം ശരിപ്പെടുത്താമെന്നേ. ഇല്ലെങ്കിൽ എന്നോട് വരുത്തിച്ച യോഗ്യന്മാരെ ഞാൻ ഇവിടെ വരുത്തും. വിസിറ്റേഴ്സ് ആയിട്ടല്ല, തടവുകാരായിട്ട്. അതിനു വേണ്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ട്? അതൊക്കെ സൂപ്രണ്ട് മറ്റും അപ്പുറത്തുണ്ട്. അവന്മാരെ കൊണ്ട് എന്റെ വായടപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം. എന്റെ ശവം ചൂടാറും മുമ്പ് എല്ലാ തെളിവുകളും എത്തേണ്ടിടത്തെത്തും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. സിമന്റ് കച്ചവടത്തിന്റെ മാത്രമല്ല, അവന്മാർ ചെയ്തിട്ടുള്ള പൊന്നും വെള്ളിയും സ്പിരിറ്റും ഡ്രഗ്സും. അങ്ങനെയൊന്നും സംഭവിക്കില്ല പൃഥ്വിരാജ്, ഞാൻ ഏറ്റു. എങ്കിലും എന്നെ പുറത്തു കിടക്കും, എത്രയും വേഗം. സർക്കിൾ ഇൻസ്പെക്ടർ ബൽറാമിന്റെ മർദ്ദനം തുടരുന്നു. ഫറൂഖ് അഴിഞ്ഞലം ഭാഗത്ത് നിന്നാണ് 25-കാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ CI കസ്റ്റഡിയിലെടുത്തത്. വായിക്കണോ? കേൾക്കട്ടെ. എന്നെ പറ്റില്ലേ? അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് അത്രേ ഉണ്ടായത്. ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ്. എന്താ നിർത്തിക്കളഞ്ഞ? സാർ, ഒരു സംശയം. സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടുവാവോ? ഓമന പേരാണ് കരടി ബാലു എന്ന്. ക്രൂരനായ ഈ മനുഷ്യക്കരടിയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ്. കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച പ്രാകൃത മനുഷ്യരുടെ കാടൻ രീതിയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത്. ഒരു സ്ത്രീനി. ജയിലിൽ നിന്നവനെ പുറത്ത് ചാരിക്കാനല്ല പ്രയാസം. ഈ നാട്ടിൽ നിന്നവനെ കടത്തിവിടണ്ടേ? കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഓർമ്മയുണ്ടല്ലോ. ഇനിയും താമസിച്ച കുഴപ്പമാണ്. മറ്റു കേസുകളിൽ നിന്ന് സത്യരായനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ബോംബെക്കോ മറ്റോ കൊണ്ടുപോയാൽ പിന്നെ അപ്പൊ എന്ത് ചെയ്യും വിൻസെന്റ്? അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്ത് ചാടിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാവുന്നേ. ആദ്യം അത് ആലോചിക്കണം മിസ്റ്റർ. പുറത്തു വന്നാൽ ഉടനെ അവനെ പുറം രാജ്യത്തേക്ക് അയക്കാനോ പോവും. ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പ്രോപ്പറായി പ്ലാൻ ചെയ്യാൻ പറ്റില്ല.
അതുവരെ സത്യരാജൻ എവിടെ താമസിപ്പിക്കും? അതെനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു മാറരുത് മിസ്റ്റർ ജയചന്ദ്രൻ. നമുക്കിടയിൽ വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത്. ആണോ? പോലീസിന്റെ കണ്ണിൽപ്പെടാത്ത ഒരിടം കണ്ടുപിടിക്കും. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത ഒരു സ്ഥലം. സാർ, ഒരു സംശയം. ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും. മുഴുവൻ കഴിക്കേ. ഇനി വയ്യ സാർ. എന്നാ എനിക്ക് കാര്യം പറയാം. മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഇന്നലെ. ഇയാളുടെ വീട്ടിൽ ഇന്നലെ കളവ് നടന്നിരിക്കുന്നു. ഒരു ക്യാമറയും പിന്നത്തെ കടം എന്റെ വാച്ചും ടേപ്പ് റെക്കോർഡറും പിന്നെ. അതെ മിസ്റ്റർ കുട്ടൻ, നിങ്ങൾ ഇന്നലെ അവിടെ ജയിലനുഭവം പറയാൻ പോയിരുന്നു. സാർ, പക്ഷെ ഞാനൊന്നും കട്ടില്ല. പൊന്നുകുട്ടാ, സത്യം പറയും. സത്യമാണ് സാർ, എന്താ ഭഗവതിയാണ് സത്യം. ശ്രീനി, ഇതിലും വലിയൊരു സത്യം ഇനി വേറെ ഇല്ല. താൻ പോയി കൈ കഴുകിടുക. സാർ, ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്കും ഉറപ്പുണ്ട്. അതുപോരല്ലോ, കുട്ടൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ, ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, ചായയും സിഗരറ്റും കൊടുത്ത് സൽക്കരിച്ചു, താണുകയാണ് ചോദിച്ചു, എന്നിട്ടും പറഞ്ഞില്ല. പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട്. പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെറി അല്ലോ? സാർ, എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം. പല പല സെന്റിമെന്റ്സ് ഉള്ള. അത് ശരി. കുട്ടൻ വരൂ. കുട്ടൻ ഇന്നലെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഏത് സാധനം പറയണം. അത് ആൾക്ക് വിറ്റു. വിറ്റില്ല സാർ. ഞാൻ കത്തുപോകും. പറ, എന്ത് ചെയ്തത്? പഠിക്കാനായിട്ടോ? കക്കൂസിന് വലിയൊരു പൈപ്പിൽ വെച്ച് ബാക്കി പാത്തോട്ട പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ട് സാർ. അവിടെ മയ്യത്ത് വെക്കാൻ തന്നെ സ്ഥലമില്ല. അപ്പോഴാണ് നിന്റെ കളവ് മതി. താനും വയ്ക്കോ. മേലിൽ പോലീസുകാരെ പറ്റി പോക്കിരത്തിന് എഴുതിയ തന്റെ എല്ലിനെ ഓടിക്കും. ഇറങ്ങിപ്പോ. നിർമ്മൽ, ആ പുസ്തകം തരൂ. എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ. കുട്ടി, ഞാൻ പറയുന്ന അനുസരിക്കൂ, ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കോട്ടെ മോളെ, ഒന്ന് അടങ്ങ്. എന്താ പറഞ്ഞത്? വൃത്തിയോട് കാണിച്ച നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. You dirty pig. പോലീസ് സ്റ്റേഷൻ ഏത് കോളേജില്? വകുപ്പ് ഏതായാലും റഷീദ് പേടിക്കണ്ട. കേസിന്റെ കാര്യം ഞാൻ ഏറ്റുന്നേ. അതിന് മന്ത്രി ഡൽഹിയിൽ പോയിരിക്കല്ലേ? വരട്ടെ. വേണ്ട വേണ്ട, പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററെ കണ്ടേച്ച് ഉടനെ എന്നെ ഇങ്ങോട്ട് വിളിക്കും. ഓക്കെ. സിറ്റിയിൽ മിനിഞ്ഞാന്ന് ചാർജ് എടുത്തു അല്ലേ? തൊട്ടടുത്ത് വീടായിട്ടും ഇതുവരെ നിങ്ങൾ കയറിയില്ലല്ലോ. ആയിരിക്കേ? വേണ്ട. അത് കൊള്ളാം. നിങ്ങളുടെ ഹോം മിനിസ്റ്ററും ഇതുപോലെയാ. ആളും മന്ത്രിയൊക്കെ ആണെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കാൻ മടിയാ. അല്ല, കാര്യമുണ്ട്. അവന് രാഷ്ട്രീയത്തിൽ ഇറക്കിയതും പൊക്കിയതും ഒക്കെ ഞാനാ. അതിരിക്കട്ടെ, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? കാപ്പിയോ ചായയോ അല്ലെങ്കിൽ? ഒന്നും വേണ്ട. അത് പറ്റില്ല. ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നിട്ട്. അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല. പിന്നെ മകനെ കാര്യം വിളിക്ക്, പറയാം. നിമ്മേ, മോനെ നിമ്മേ. നിർമ്മൽ ഹാസൻ എന്നല്ലേ പേര്? അതെ. താൻ എന്നോട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ, അതിന്. എന്തു കുഴപ്പം? അതൊക്കെ വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചിട്ടുണ്ട്. കോളേജിൽ നിന്നാണ് ഞങ്ങൾ വരുന്നേ. വേണം. തനിക്ക് ഞാൻ ആരാണെന്നറിയോ? അറിയാം. ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ്, ബിസിനസ്സുകാരനാണ്, മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ്.
ശക്തനാണ്. പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം. തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണ് കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുന്നവൻ, റോയൽ പിം. നീ എന്താ പറഞ്ഞത്? മിസ്റ്റർ വെറുതെ കാണാകുണ വർത്തമാനം പറഞ്ഞാൽ എന്റെ ജോലി മുടക്കരുത്. നില്ലേ എന്റെ മോനെ കസ്റ്റഡിയിലെടുക്കാൻ തന്റെ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ടോ? അതൊക്കെ ഉണ്ടാവും. മര്യാദക്ക് ചെറുക്കനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. വാ. ബീച്ച് വഴി വിടാൻ പറ. സാർ, ഒരു സംശയം. എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ? താൻ പറഞ്ഞ എഴുതാ മതി. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ? അക്കാപ്പിച്ചയ്ക്ക് സമരിക്കുന്ന തന്നെപ്പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരത് കാണില്ല. ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്താൽ ശിക്ഷിക്കണോ? ഞാൻ കോപ്പി അടിച്ചതിനല്ല, അവൻ എന്നെ. ആവണോ? പാതവത്തിൽ ആരും കൂട്ടം കൂടി നിൽക്കുവാനോ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ മാത്രമല്ല, ജനങ്ങൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കരുത്. അവിടുത്തെ മാറ്റണം. നിങ്ങളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനായി പൂർണ്ണമായും ഞങ്ങൾ സഹകരിക്കുകയാണ്. വാഹനങ്ങളുടെ പ്രത്യേകത വാഹനങ്ങൾ പരസ്പരം ലോറി മാറണം. ടീച്ചറുടെ മുഖത്ത് നീ ആദ്യം ഒഴിക്കോടാ. ടീച്ചറെ കൈ കീറി മുറിക്കോടാ. ഞങ്ങൾ നിന്നെ ഇടിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞു തന്നിട്ട് നാവിയാൻ പിഴർത്തോളി. മനസ്സിലാകണം. വാഹനങ്ങളുടെ മുൻപിൽ നിന്നോട് എന്ത് ചെയ്തു? പറ, എന്ത് ചെയ്തെന്ന് പറ. ഇല്ല, ഒന്നും ചെയ്തില്ല. പിന്നെ ഈ പാടൊക്കെ പറഞ്ഞു കൊടുക്കടാ അച്ഛനെ. അത് ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഓടിയപ്പോ വീണതാ. നിങ്ങൾ ഇവനെ എവിടെ കൊണ്ടുവരുന്നു? പറയണം. നിങ്ങളാരാ ചോദിക്കാൻ? ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ. വക്കീലാണെങ്കിൽ കോടതി മതി. ഇവിടെ വന്നൊന്ന് കുറയ്ക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇൻസ്പെക്ടർ, വെറുതെ അല്ലേ വന്നത്? എന്റെ മോനെ ജാമ്യത്തിൽ ഇറക്കാനാണ്. അതിന് വക്കീലും കൊണാപ്പിയൊന്നും വേണ്ട. ഞാൻ വിട്ടേക്കാം, സ്വന്തം ജാമ്യത്തിൽ. പക്ഷേ കേസ് ചാർജ് ചെയ്യാൻ പേരും മേൽവാസം എഴുതിയെടുക്കണം. അവന്റെയും അവന്റെ തന്തയുടെയും. കേരള അവനകത്തേക്ക്. സാറിനോട് കോളം. ഞാനിവിടെ ഇല്ലെന്ന് പറ. തിരുവനന്തപുരത്ത് നിന്ന്. അറിയാം മിസ്റ്റർ. വലിയവന്റെ മക്കളെ പിടിച്ചാൽ തിരുവനന്തപുരത്ത് വിളിക്കൂ. പറഞ്ഞേരി പെട്ടെന്ന്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എനിക്ക് റെസ്പെക്ട് തന്നില്ല. അത് ഞാൻ ക്ഷമിച്ചു. എന്നാൽ നിന്റെ കാര്യത്തിൽ അവൻ കാണിച്ച അമിതമായ താല്പര്യമാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഏതാന്റെ കാര്യമാണ്? ഇൻസ്പെക്ടർ ബൽറാം, നിന്റെ കൈ മുറിഞ്ഞതിൽ എന്നേക്കാൾ വേദന അവനാണ്. ആ പൂർവകാമുകയല്ലേ, സഹിക്കുന്നുണ്ടാവില്ല. എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്? ആവശ്യമില്ലാത്ത വാശി അവനാണ്. ഈ കേസ് രാജിയാവാൻ അവൻ സമ്മതിച്ചില്ല. ഭാര്യയ്ക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല. കേസ് ചാർജ് ചെയ്തു. ഇതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. നീ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരണം. എന്ത് സ്റ്റേറ്റ്മെന്റ്? പരീക്ഷാ ഹാളിൽ എഴുതിക്കൊണ്ടിരുന്ന കുട്ടിയുടെ ഉത്തരക്കടലാസിൽ കൈവച്ചപ്പോൾ അതിനകത്തിരുന്ന ബ്ലേഡ് അബദ്ധത്തിൽ കയ്യിൽ തട്ടിയതാണ്. സത്യം അതല്ല. അവൻ എന്റെ കൈ കീറി മുറിച്ചതാണ്. ആയിരിക്കാം. എന്നാൽ കോടതിയിൽ പ്രതിഭാഗം വക്കീൽ എന്ന നിലയിൽ അന്യായക്കാരിയായ നിന്നെ വിസ്തരിക്കാൻ ഞാൻ തയ്യാറല്ല. പയ്യന്റെ അച്ഛൻ ചന്ദ്രഹാസൻ ആരാണെന്ന് നിനക്കറിയാമോ? രാഷ്ട്രീയക്കാരിൽ വെറും തറയിൽ അദ്ദേഹം. ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഇമ്മൻസ്ലി റിച്ച്. അങ്ങേരുടെ മകനോട് തെറ്റ് ചെയ്താൽ അത് നമുക്ക് അങ്ങ് ക്ഷമിക്കാവുന്നതേ. ഞാൻ ക്ഷമിക്കില്ല. ഈ കേസ് കോംപ്രമൈസ് ആക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. യു മസ്റ്റ്. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. നീ എഴുതി തരണം. പ്ലീസ്, എന്നെ കമ്പലി എഴുതി ചെയ്യട്ടാ. പ്ലീസ്. ഓക്കെ, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ബട്ട് യു നോ ഉഷ, ഇറ്റ് ഇസ് എ ഡ്യുവൽ ബിറ്റ്വീൻ മീ ആൻഡ് ദ ഇൻസ്പെക്ടർ ബൽറാം. നീ ആരുടെ ഭാഗത്താണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നേ പറ്റൂ. ദി ചോയ്സ് ഇസ് ലെഫ്റ്റ് യു.